ഭക്ഷണം കഴിക്കാൻ കയ്യിൽ പണമില്ലാതെ പൈപ്പ് വെള്ളം കുടിക്കേണ്ടി വന്ന, ഉച്ചഭക്ഷണം വെറും 5 രൂപയുടെ പാർലേജി ബിസ്ക്കറ്റിൽ ഒതുക്കേണ്ടി വന്ന, കാണാൻ വലിയ ഭംഗിയോ മസിലോ ഒന്നുമില്ലാത്ത ഒരു പാവം ഗ്രാമവാസി പയ്യന് പക്ഷെ ഉള്ളിലൊരു സ്വപ്നമുണ്ടായിരുന്നു. ഇന്ത്യയിലെ സൂപ്പർ താരങ്ങളുടെ മുൻനിരയിൽ തന്നെ താൻ എത്തുമെന്ന്. ബോളിവുഡ് സിനിമകളിലെ ഏറ്റവും വലിയ പണം വാരിപ്പടം എന്ന ലേബലിലേക്ക് കുതിക്കുന്ന സ്ത്രീ 2 എന്ന സിനിമയുടെ ഹീറോ രാജ്കുമാർ റാവുവിന്റെ കഥയാണ് പറയുന്നത്. കേട്ടു നോക്കുക. ബോളിവുഡ് സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഹൃതിക് റോഷൻ, സൽമാൻ ഖാൻ, രൺബീർ കപൂർ തുടങ്ങി സുന്ദരന്മാരുടെ മുഖം, ഏതാൾക്കൂട്ടത്തിലും തിളങ്ങാനുള്ള സ്മാർട്ട്നെസ്സും ആകാരഭംഗിയും ഉള്ളവരുടെ മുഖമാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരിക. ഇതൊന്നും അവകാശപ്പെടാനില്ലാത്ത മനോജ് ബാജ്പായ്, നവാസുദ്ദീൻ സിദ്ദീഖി, ഇർഫാൻ ഖാൻ മുതലായ ഉജ്ജ്വലരായ നടന്മാർ അവാർഡ് സിനിമകളിലെ താരങ്ങളായി മാറും. എന്നാൽ പറയത്തക്ക ആകാരഭംഗിയോ ബോഡിയോ ഒന്നുമില്ലാതെ ബോളിവുഡിലെ കമേഴ്ഷ്യൽ സ്റ്റാർസിന്റെ മുൻപന്തിയിലെത്തിയ ആളാണ് സ്ത്രീ 2 ഹീറോ രാജ്കുമാർ റാവു. കാണാൻ വലിയ പ്രത്യേകതകളില്ല, മസിൽ ബോഡിയില്ല, എങ്കിലും ഇന്ന് വിലപിടിപ്പുള്ള ബോളിവുഡ് താരം. കൃതി സാനോൺ, അനന്യ പാണ്ഡെ, ജാൻവി കപൂർ തുടങ്ങി ബോളിവുഡിലെ യുവ നെപ്പോ കിഡ്സിന്റെ എല്ലാം പ്രിയ നായകൻ. എങ്ങനെ സംഭവിച്ചു ഇതെല്ലാം? ചിലർ അസാധ്യമായ സ്വപ്നങ്ങൾ കാണും അല്ലെ? അവരുടെ നിലയ്ക്കും വിലയ്ക്കും നിരക്കാത്ത സ്വപ്നങ്ങൾ. നമ്മൾ അവരോട് പറയും അടങ്ങി നിൽക്കടാ എന്ന് പറയും, അല്ലെങ്കിൽ അടങ്ങി നിക്കടി എന്ന് പറയും, അല്ലെങ്കിൽ കളിയാക്കും നമ്മൾ പറയുന്നത് അവർ കേൾക്കാതാകുമ്പോൾ. പക്ഷേ കുറെ നാളുകൾ കഴിഞ്ഞാൽ നമ്മുടെ വാക്കുകൾ നമ്മൾക്ക് തന്നെ വിഴുങ്ങേണ്ടി വരും. രാജ്കുമാർ റാവുവിന്റെ കഥ കേൾക്കുമ്പോൾ സ്വപ്നങ്ങൾക്ക് ഈ കാലത്തും ഇതേ നിറം തന്നെയാണെന്ന് കാണാം. ഹരിയാനയിലെ ഗുർഗാവിൽ ഒരു ഗ്രാമപ്രദേശത്ത് ജനിച്ചു വളർന്ന രാജ്കുമാർ സ്കൂളിൽ വെച്ച് തന്നെ നാടകങ്ങളിൽ താല്പര്യമുള്ളവനായിരുന്നു. ബട്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ വീട്ടിൽ കഷ്ടപ്പാടുകളും. ഒരു ഓർമ്മയിൽ രാജ്കുമാർ പറയുന്നത്, ആ സമയത്ത് ഒരു കുട്ടിയെ ഡാൻസ് പഠിപ്പിച്ച് 300 രൂപ ശമ്പളമായി കിട്ടിയപ്പോൾ ആദ്യം ചെയ്തത് റൊട്ടിയിൽ തേക്കാൻ നെയ്യ് വാങ്ങിക്കലായിരുന്നു. അത്ര കഷ്ടപ്പാടായിരുന്നു ആ കാലത്ത്. ഒരു ചെറിയ കുടിസു ഫ്ലാറ്റിൽ അച്ഛനും അമ്മയും 2 സഹോദരങ്ങളും കസിൻസും രാജുമൊത്തുള്ള താമസം. പക്ഷേ തനിക്കൊരു സിനിമാ നടനാകണമെന്ന ഒരിക്കലും നടക്കാത്ത സ്വപ്നം രാജ് പറഞ്ഞപ്പോൾ വേറെ പണിയൊന്നുമില്ലേ, വല്ല ജോലിയും എടുത്ത് കുടുംബം നോക്കിക്കൂടെ എന്ന് അച്ഛനും അമ്മയും ഒരിക്കലും പറഞ്ഞില്ല. ബാൻഡിറ്റ് ക്വീൻ, സത്യ തുടങ്ങിയ സിനിമകളിലെ മനോജ് ബാജ്പായിയുടെ ഉജ്ജ്വല അഭിനയം കണ്ടാണ് 18-ാം വയസ്സിൽ ഡൽഹിയിലെ ശ്രീറാം സെന്റർ എന്ന ആക്ടിംഗ് ഗ്രൂപ്പിൽ പുള്ളിക്കാരൻ അഭിനയം പഠിക്കാൻ ചേരുന്നത്. ദിവസം 70 കിലോമീറ്റർ സൈക്കിൾ ചവിട്ടിയാണ് യാത്രയിൽ ഉഷാർ കളയാതിരിക്കാൻ വാക്മാനിൽ സ്വപ്നങ്ങൾ നിറയുന്ന പാട്ടുകൾ കേൾക്കും. ലക്ഷ്യാക്കോ ഹർ ഹാൽ മേ പാനാ ഹേ, പാപ്പ കഹത്തെ ഹേ, നാളെ എന്റെ മകൻ വലിയ പേര് നേടും എന്ന് അച്ഛൻ പാടുന്ന ഗയാമത് സെ ഗയാമത് തക്കിലെ പാട്ട്. അതൊക്കെ വെച്ച് ദിവസം 140 കിലോമീറ്റർ യാത്ര എന്ന് വെച്ചാൽ തൃശ്ശൂരിൽ നിന്ന് കൊച്ചിയിലേക്കും തിരിച്ചും സൈക്കിളിൽ പോകുന്നത് പോലെ ദിവസവും. അപ്പോഴാണ് അറിയുന്നത് കോളേജിൽ ചേർന്നാൽ ബസ് പാസ് കിട്ടും. നേരെ ഡിഗ്രിക്ക് ചേർന്നു. പക്ഷേ ക്ലാസ്സിൽ പോകുന്നത് അഭിനയ കളരിയിലും. ഡിഗ്രിക്ക് ശേഷം 2008-ൽ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഭിനയം പഠിക്കാൻ അഡ്മിഷൻ എടുത്തു. അപ്പോഴും പലരും പിന്തിരിപ്പിച്ചു. ഈ കോലം വെച്ച് എങ്ങനെ നീ ഒരു താരമാകും? ചെറിയ സ്വഭാവ നടനം ഒക്കെയല്ലേ നടക്കൂ. പക്ഷെ രാജ്കുമാർ അതൊന്നും കേൾക്കാൻ നിന്നില്ല. വീട്ടുകാരുടെ പൂർണ്ണ സപ്പോർട്ടോടെ പഠനം കഴിഞ്ഞ് നേരെ സ്വപ്ന നഗരിയായ മുംബൈയിലേക്ക് ഒരു സിനിമാ താരമാകാൻ. മുംബൈയിൽ താമസിച്ചിട്ടുള്ളവർക്കറിയാം, ഒരു കുടിസുമുറിക്ക് കൊടുക്കണം ലക്ഷങ്ങൾ വാടക. രാജ്കുമാറിനെയും കാത്തിരുന്നത് ദുരിതങ്ങൾ തന്നെയായിരുന്നു. കയ്യിൽ പണമില്ല, ചിലപ്പോൾ ഉച്ചഭക്ഷണം കഴിക്കില്ല, വെള്ളം കുടിക്കും. ചില ദിവസം പാർലേജി ബിസ്ക്കറ്റും ഒരു ഫ്രൂട്ടിയും മാത്രം ഭക്ഷണം. അമ്മ കടം വാങ്ങിയോ മറ്റോ പൈസ അയച്ചു കൊടുക്കും, പക്ഷേ അതും പെട്ടെന്ന് തന്നെ തീരും. ഒരു ദിവസം കയ്യിൽ ആകെ 18 രൂപയും മുന്നിൽ വലിയ ഒരു ജീവിതവും ആയപ്പോൾ രാജ് തീരെ തളർന്നുപോയി. അവിടെ നിന്ന് വീണ്ടും മുന്നോട്ട് പോകാൻ ഊർജം ലഭിച്ചത് തനിക്കൊരു നടനാകണം എന്ന ഒരിക്കലും നടക്കാത്ത സ്വപ്നത്തിന്റെ ആവേശം കാരണവും. ഓഡിഷന് പോകുമ്പോഴും സംവിധായകരുടെ മുന്നിലും രാജ്കുമാർ പക്ഷേ മറ്റൊരു പ്രശ്നമാണ് നേരിട്ടത്. ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് വരുന്നയാളുടെ എല്ലാ സങ്കോചങ്ങളും മുഖത്തെ പകപ്പും കാണുമ്പോൾ തന്നെ സംവിധായകർ പറയും, നീ ശരിയാകില്ല, കൂടെ നിന്നെ കാണാൻ കൊള്ളില്ല, നിനക്ക് നല്ല ബോഡിയില്ല, നിനക്ക് നിറം കുറവാണ്, അങ്ങനെയുള്ള ധാരാളം ഇകഴ്ത്തലുകളും. അങ്ങനെ ഓഡിഷനുകൾ ഒന്നൊന്നായി റിജക്ട് ചെയ്യപ്പെട്ട് തളർന്നിരിക്കുന്നു. രംഗ് ദേ ബസന്തിയിലെ ഒരു ചെറിയ റോൾ മാത്രമാണ് അത്ര നാളത്തെ കൈമുതൽ. അപ്പോഴാണ് പുതുമുഖ സംവിധായകൻ ദിബാങ്കർ ബാനർജി 2010-ൽ ഒരു പരസ്യം കൊടുക്കുന്നത്. തന്റെ പുതിയ ചിത്രമായ ലവ്, സെക്സ് ഓർ ധോക്കയിലേക്ക് നടന്മാരെ വേണം. സമയം കളയാതെ രാജ്കുമാർ തന്റെ ഓഡിഷൻ ടേപ്പ് അയച്ചു കൊടുത്തു. അവിടെ തുടങ്ങി രാജ്കുമാർ റാവുവിന്റെ ചരിത്രം. ഇന്ന് സ്ത്രീ 2-വിൽ എത്തി നിൽക്കുന്ന കഥ. സിനിമയിലെ രാജിന്റെ വേഷം ശ്രദ്ധേയമായി. സിനിമയും അടുത്ത ചിത്രമായ രാഗിണി MMSഉം വൻ ഹിറ്റ്.
കൈപ്പോച്ച്, ഷാഹിദ്, സിറ്റി ലൈറ്റ്സ്, ക്വീൻ, അലിഗർ, ട്രാപ്ഡ്, ന്യൂട്ടൺ തുടങ്ങി കഥയിലെ പുതുമ കൊണ്ടും രാജിന്റെ അഭിനയം കൊണ്ടും ശ്രദ്ധേയമായ ധാരാളം സിനിമകൾ പിന്നാലെ. ഷാഹിദിലെ അഭിനയത്തിന് ദേശീയ അവാർഡ്. എങ്കിലും രാജ്കുമാർ പാരലൽ സെമി കൊമേഴ്ഷ്യൽ സിനിമകളിലെ നായകൻ തന്നെയായി തുടർന്നു. മനോജ് ബാജ്പേയിയുടെ ഒക്കെ അവസ്ഥയാണ് അയാളെ കാത്തിരുന്നത്. ഒരു കൊമേഴ്ഷ്യൽ നായകനാവാനുള്ള കഴിവ് കുറവാണത്രേ. ഇവിടെയാണ് രാജ്കുമാർ വ്യത്യസ്തനാകുന്നത്, അയാളുടെ ആ പഴയ ഫൈറ്റിംഗ് സ്പിരിറ്റ് വെളിവാകുന്നതും. 2017 കൃതി സാനനുമൊത്തുള്ള ബരേലി കി ബർഫി ആയിരുന്നു അയാളുടെ ആദ്യത്തെ ട്രൂ ബ്ലൂ കൊമേഴ്ഷ്യൽ ഹിറ്റ്. ഒരു മസാല നടനാകാനും തനിക്ക് പറ്റും എന്ന് തെളിയിച്ച സിനിമ. കൊമേഴ്ഷ്യൽ സംവിധായകരെല്ലാം അയാളെ ശ്രദ്ധിച്ചു. അടുത്ത വർഷം സ്ത്രീയിൽ ശ്രദ്ധാ കപൂറുമായി അഭിനയിച്ചതോടെ രാജ്കുമാർ കൊമേഴ്ഷ്യൽ സിനിമകളിലെ സാന്നിധ്യമായി മാറി. ദ വൈറ്റ് ടൈഗർ, ബദായി ദോ, ബേരിയ, ശ്രീകാന്ത്, ജാൻവി കപൂറിനൊപ്പം മിസ്റ്റർ ആൻഡ് മിസിസ് മാഹി ഹിറ്റുകളുടെ ഒരു കൂട്ടം. ഈ വർഷം സ്ത്രീ 15 ദിവസങ്ങൾ കൊണ്ട് 450 കോടിയോളം രൂപയാണ് ഇന്ത്യയിലെ കളക്ഷൻ സിനിമയുടെ. വേൾഡ് വൈഡ് കളക്ഷൻ 615 കോടിയിൽ കൂടുതൽ. പൊന്നും വിലയുള്ള സ്റ്റാറായി മാറുന്നു അങ്ങനെ രാജ്കുമാർ റാവു. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഗുർഗാവിലെ ഗ്രാമപ്രദേശത്തുള്ള ഒരു മെലിഞ്ഞു നീണ്ട പയ്യൻ, നഗരത്തിന്റെ രീതികൾ ഒന്നും അറിയാത്തവൻ, ചിരിക്കുമ്പോൾ കരയുമോ എന്ന് തോന്നിപ്പിക്കുന്ന മുഖം, മെലിഞ്ഞ ശരീരം, നല്ല വസ്ത്രമില്ല, വെയിൽ കൊണ്ട് വാടിയ മുഖം, തിളക്കമില്ലാത്ത ചർമ്മം. 15 വർഷങ്ങൾക്കപ്പുറം അവൻ ഇന്ന് ഇന്ത്യയിലെ വിരലിലെണ്ണാവുന്ന വിലപിടിപ്പുള്ള മുൻനിര കൊമേഴ്ഷ്യൽ നടന്മാരിൽ ഒരാൾ. ആ സ്വപ്നം കാണാൻ രാജനുണ്ടായ ധൈര്യം, അത്രയേറെ കളിയാക്കപ്പെട്ടിട്ടും തളരാതെ. അവനെ ട്രോളിയിരുന്ന പഴയ കൂട്ടുകാരൊക്കെ ഇപ്പോൾ അവനെ ഒന്ന് കാണാൻ കൊതിക്കുന്നുണ്ടാകില്ലേ? അതാണ് സ്വപ്നങ്ങളുടെ വില. നടക്കാത്ത സ്വപ്നങ്ങൾ കാണാൻ ഉള്ളിലുണ്ടാകേണ്ട ധൈര്യത്തിന്റെ വില. പക്ഷേ ആ സ്വപ്നവും കണ്ട് വെറുതെ ഇരുന്നാൽ പോരാ, ഇറങ്ങി അധ്വാനിക്കണം. ട്രൂ ഹാർഡ് വർക്ക്. ചിലപ്പോൾ പൈപ്പ് വെള്ളം കുടിക്കേണ്ടി വരും, പാർലേജി തിന്നേണ്ടി വരും. പക്ഷേ അധ്വാനിച്ചാൽ സിനിമ മാത്രമല്ല, ഏത് ഭ്രാന്തൻ സ്വപ്നവും നമുക്ക് നേടിയെടുക്കാൻ പറ്റുമല്ലേ, അതെത്ര നടക്കാത്തതാണെന്ന് തോന്നിയാലും. സോ ഉള്ളിൽ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ടെങ്കിൽ, അതിനുള്ള കഴിവുണ്ടെന്ന് ശരിക്കും അറിയാമെങ്കിൽ, ആ ഉറപ്പുണ്ടെങ്കിൽ, സാഹചര്യങ്ങൾ നോക്കേണ്ട, ചുറ്റുപാടുകൾ നോക്കേണ്ട, ആളുകൾ പറയുന്നത് നോക്കേണ്ട, ഇറങ്ങുക അങ്ങോട്ട്. അത് തീർച്ചയായും നടക്കും.